ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു. കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ECG, ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ്. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939335. വിരണ്ടോടിയ പോത്തിന്റെ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരുക്കേറ്റു. പരിഭ്രാന്തി പരത്തിയ പോത്തിനെ വെടിവെച്ച് കൊന്നു. പഴയന്നൂർ കുമ്പളക്കോട് വടക്കേക്കരയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പൊറ്റ സ്വദേശി സുലൈമാൻ വാങ്ങിയ പോത്ത് വാഹനത്തിൽ നിന്നും ഇറക്കുന്നതിനിടെ വിരണ്ടോടുകയായിരുന്നു. പോത്തിന്റെ ആക്രമണത്തിൽ വടക്കേക്കര സ്വദേശി കാളത്തൊടി വീട്ടിൽ സായി കൃഷ്ണന്റെ മകൾ 4 വയസ്സുള്ള അനയൂയ സായിക്കും മുത്തശ്ശൻ കൃഷ്ണനും പരുക്കേറ്റു. സുലൈമാനെ തട്ടിയിട്ടോടിയ പോത്ത് വീടിനുള്ളിൽ കയറി ഹാളിലിരിക്കുകയായിരുന്ന അനയൂയെയും കൃഷ്ണനെയും ഇടിച്ചിടുകയായിരുന്നു. വീടിനകത്ത് കയറിയ പോത്തിന്റെ പരാക്രമത്തിൽ നാശനഷ്ടങ്ങളും സംഭവിച്ചു. പോത്ത് ഓടി വന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ കയറി എന്നും പേരക്കുട്ടിനെ ഇടിച്ച് തവിടുകൂടിയാക്കിയിട്ട് പോയി. അതിൻ്റെ തൊട്ടൻ എൻ്റെ മൂത്ത മകളിരിക്കുന്നുണ്ടായിരുന്നു. മൂത്ത മകൾ കണ്ടപ്പോൾ ഞങ്ങളെ വിട്ടിട്ട് മൂത്ത മകളുടെ പുറകെ ഓടി. അവൾ നേരെ ഓടി ബാത്റൂമിൽ കയറി. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ 3-4 ശവം ഇവിടെ വീഴുണ്ടായിരുന്നു. പേരക്കുട്ടിക്ക് തലയിൽ 3 സ്റ്റിച്ചിട്ടുണ്ട്. എനിക്ക് ഡിസ്ക് കംപ്ലൈൻ്റ് ഉണ്ട് ഇവിടെ. ഇതോടെ ചേലക്കരയിൽ നിന്നുള്ള ഷൂട്ടർ മനു സ്ഥലത്തെത്തി പോത്തിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പരുക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പഴയന്നൂർ സബ് ഇൻസ്പെക്ടർ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.